പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഭാഗ്യവതി എന്നോട് ചൊല്ലുക, എങ്ങനെ ആദരവോടേറ്റു പാരും വാനും തിരയുന്നോനെ നീ നിശ്ചലമായി ദൈവാണം തിരുവിധമായി തൻ ബലമെന്നെ താങ്ങി ഉദരേ ഞാൻ സുതനെ പേര് ലോകപുരാതനെ പേറ്റ് ഹാലേലുയ രക്ഷിച്ച ലോകം പാർക്കുമോ. ഇതയോൻ കമ്പിളി പനിമഞ്ഞു പാവന കന്യയെ നിൽസാദൃശ്യമത തരുനിരയിൽ സർപ്പം രോഷ മനുജന നിഗനിപ്പാൻ വീഴ്ത്തിയ വിഷമതു നിന്ന മധുരമതായി മാറി വിൺവൃഷ്ടിയ നീ കൈ കൊണ്ടു മോദത്തിൽ നീർച്ചാലൊഴവി ഹാലേലുയ സൃഷ്ടിയെ നിറവാക്കി മുറിയോറാവി മേല വാഴ്ത്തപ്പെട്ടവളായോൾക്കന്യേ പ്രാർത്ഥന ചെയ്തിടണമേ. നാഥൻ ഞങ്ങളുടെ മേൽ കൃപ ചെയ്തിടാൻ കൃപയാൽ കൃപയാചിക്കും ഇവർ മേൽ
ആർദ്രതയുള്ളൊരു നാഥൻ ദയ ചെയ്തിടാൻ കൃപയാ. ദൈവമിറങ്ങി ഭൂമൗ കൺമശമേശാതുള്ളോൻ തന്നെ പേറി മറിയ വിനയം ശാന്തദൈവയെ ദർശിച്ചോൻ പരിശുദ്ധൻ അവളിൽ വാസം ചെയ്തോൻ താഴ്മയതുള്ളോർ പക്കൽ വാഴാൻ പ്രീതൻ വിനയ നിതമറിയത്തെ വിളിച്ചോൻ താതനു സ്തുതിയും വന്ന് നയളിമയുടവളിൽ വസിച്ചോൻ പുത്രനായും സ്തോത്രം എളിയവരുൾ പാർത്തിടും പരിശുദ്ധാത്മാവിനു സ്തുതിയേക കൃത്തവുമായവനെന്നെ നയിക്കും ദൈവാത്മജനെ 9 മാസം നിന്നെ വഹിച്ചോൾ പ്രാർത്ഥനയാലെ കോപത്തിൻ്റെ വടികളെ മായ്ക്കാം. യെശയ്യാ ദീർഘദർശികളുടെ പുസ്തകത്തിൽ നിന്നും ബാരക്കുമോ. ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും? ആരോടാണ് എനിക്ക് സാദൃശ്യമെന്ന് പരിശുദ്ധനായവൻ ചോദിക്കും. നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ, ആരാണിവയെല്ലാം സൃഷ്ടിച്ചത്? പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ. അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല. യാക്കോബേ, ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല. ഇന്നു നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് ആഗ്രാഹമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾക്ക് പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ. യേശുവിലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ തിരുനാൾ ദിനത്തിലെ ആദ്യത്തെ ദിവസം ഒത്തിരി പ്രത്യേകതയോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിൽ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദേശത്ത് പട്ടക്കാരൻ്റെ സാന്നിധ്യം ഈ വിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നേട്ടം ഇടവകയുടെയും കൂടി നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന അംഗീകാരങ്ങളും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളുമൊക്കെ നമുക്കും കൂടിയുള്ളതാണ്. നമ്മുടെ ഇടവിൽ നിന്നുള്ള ദേശത്തുപെട്ടക്കാരനായ ബഹുമാനപ്പെട്ട ഡോക്ടർ സാമുവേൽ പുതുപ്പാടി അച്ഛൻ നമുക്ക് അഭിമാനം നൽകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. അച്ഛൻ ഡോക്ടറേറ്റ് കിട്ടിയതിന് ശേഷം ആദ്യമായി നമ്മുടെ ദേവാലയത്തിൽ വരുന്നതും ഔദ്യോഗികമായി ഒരു ശുശ്രൂഷ പങ്കെടുക്കുന്നതും ഇപ്പോഴാണ്. കുർബാനയ്ക്ക് ശേഷം ഇടവക സമൂഹം അച്ഛനെ ആദരിക്കുന്നുണ്ട്. ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയല്ല അച്ഛൻ ഇന്ന് വന്നത്. അച്ഛൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. അമ്മച്ചി ആശുപത്രി ചികിത്സയിലാണ്, അതുകൊണ്ട് ഓടിയെത്തിയതാണ്. അതൊരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ദൈവ പദ്ധതിയാണെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചീരാൽ ഇടവകയുടെ വികാരിയായിരിക്കുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഓരോരോ ഇടവകയുടെ പുരോഗതിയുടെ ഭാഗമായി തീരുവാൻ സാധിക്കുന്നു എന്നുള്ളതും എനിക്ക് ഒരു വികാരി അച്ഛനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ ദേവാലയം നവീകരിക്കുന്നതിന്
വലിയ ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലും സംരക്ഷണവും നമ്മൾ അനുഭവിച്ചറിഞ്ഞു. നമ്മൾ ഒരു വർഷത്തിലധികമായി പ്രാർത്ഥിക്കുകയായിരുന്നു. പല തടസ്സങ്ങൾ വന്നെങ്കിലും ആ തടസ്സങ്ങളെല്ലാം ദൈവം അനുഗ്രഹങ്ങളാക്കി മാറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ആത്മീയമായ കാഴ്ചപ്പാടിലൂടെയും നോക്കുന്ന വ്യക്തിക്ക് മാത്രമേ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കൂ എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ ശക്തമാണ് ഇടവകയിൽ. എപ്പോഴും ഓരോന്നും ചെയ്യുമ്പോഴും കൂടുതൽ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും നല്ല കാഴ്ചപ്പാടുകൾ നൽകി നയിച്ചതും പരിശുദ്ധ അമ്മ തന്നെയാണ്. കാരണം ഓരോ പുരോഗതിനെയും ചേർത്ത് നിർത്തുന്നത് അമ്മയാണ്. അപ്പം അമ്മയുടെ മാധ്യസ്ഥയിൽ നമ്മളിന്ന് ശരണപ്പെടുന്നു. അമ്മ വഴിയായി ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന, ഇനി നൽകാനിരിക്കുന്ന ഒത്തിരി നന്മകളുണ്ട്. അതുപോലെ നമ്മുടെ ഇടവകയിലെ 126 കുടുംബങ്ങളും ഒത്തിരിയേറെ അധ്വാനം ചെയ്തു. നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും വഴിപാടുകളും ത്യാഗവും നൊമ്പരങ്ങളും ശാരീരികവും മാനസികമായിട്ട് സംഘർഷങ്ങളും അതിനുവേണ്ടി ഏറ്റെടുത്ത പെയിൻ എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. കൈക്കാരൻ, കണക്കൻ, ദേവാലയ നവീകരണ കമ്മിറ്റി അംഗങ്ങൾ, സംഘടന നേതൃത്വം നൽകുന്നവർ, എപ്പോഴും നേതൃത്വം നൽകുന്നവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരും അതിനോട് ചേർന്ന് സഹകരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റർമാർ 2 സമൂഹങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദേശത്തുപെട്ടക്കാർ, മറ്റു വൈദികർ, വിദേശത്തും സ്വദേശത്തുള്ള മറ്റു സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവരും ഈ ദിവസം, ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷത്തോടുകൂടിയാണ് ഏറ്റുവാങ്ങുന്നത്. ഇതൊരു തുടക്കമാണ്. ഇനിയുള്ള എല്ലാം വെച്ചടി നമ്മുടെ കയറ്റമാണ്. ഒരു ഇറക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഒരു വെളിച്ചമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി വരും. പരിശുദ്ധ അമ്മയിൽ ശരണപ്പെടണം എന്ന് മാത്രം, ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് മാത്രം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത്, ഞങ്ങൾക്ക് രണ്ടുപേരും ഇപ്പം ഞങ്ങൾ യാന്ത്രികമായിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ നല്ല കാപ്പയൊക്കെയാണല്ലോ, നല്ല മനോഹരമായിരിക്കും, നല്ല കാപ്പയൊക്കെയാണല്ലോ എന്ന് ചോദിച്ചു. അച്ഛനും എൻ്റെ അടുത്തും പറഞ്ഞു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ അച്ഛനും പറഞ്ഞത് ഞാൻ പറഞ്ഞതും ചിന്തിച്ചതും ഒരേ ഇത് തന്നെയായിരുന്നു. അച്ഛൻ സ്വന്തം കാശ് മുടക്കിയിട്ടൊന്നുമല്ല, മുടക്കാൻ പറ്റാഞ്ഞിട്ടുമല്ല. പക്ഷേ എനിക്കിത് തന്ന 2 പാവപ്പെട്ട അമ്മമാരാണ്. ഞാൻ നേരത്തെ ഇരുന്നൊരു ഇടവയിൽ 2 അമ്മമാർ. അവർ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ എന്നെ കാണാൻ വേണ്ടി വന്നു. പല നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ഒപ്പം തന്നെ അവർ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചെറിയൊരു സംരംഭം തുടങ്ങുകയാണ്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു ചെറിയ അച്ഛന് നല്ലൊരു കാപ്പ വാങ്ങിക്കണം, അതിട്ട് അച്ഛൻ ഒരു ദിവസം കുർബാന ചൊല്ലണം, അത് ഞങ്ങൾക്ക് കാണണം. അവർ നല്ല ഉദാര മനസ്സെടുത്ത് തന്നു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇതുപോലെ തന്നെ ഒരു കഥ പറയാനുണ്ട്. ഒരു കുടുംബം അച്ഛന് അച്ഛൻ ഒരു കാപ്പ വാങ്ങിയിടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അച്ഛൻ പലപ്പോഴും പള്ളിക്കൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിൽ തടസ്സം മടിയൊന്നുമില്ല, കൊടുക്കുന്നുണ്ട്. അച്ഛന്മാരുടെ ആവശ്യങ്ങൾ അച്ഛന്മാരോട് ചോദിച്ചിട്ട് അച്ഛൻ എന്നാ ചെയ്യണം, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ കുറവാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അച്ഛനും ആ വ്യക്തി ഞാനും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചോളാം. ആ പ്രിയപ്പെട്ട അമ്മമാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെയുള്ള ഇന്ന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം, നമ്മുടെ ഇടവകയിൽ 7 മക്കൾ മദ്ബഹയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇടവകയുടെ ആത്മീയ പുരോഗതിയിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം ഉണ്ട് വൈദികരുടെയും സന്മർത്തരുടെയും ഒപ്പം തന്നെ മദ്ബഹയുടെ ശുശ്രൂഷയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മദ്ബഹയിൽ പർദേശയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുക, മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക, വൈദികരോടൊപ്പം ചേർന്ന് ശുശ്രൂഷയിൽ സഹായികളാകുക, സഹായിക്കുക, ഇതൊക്കെയാണ് അവരുടെ ധർമ്മം. ഏറ്റവും മനോഹരമായ ഒരു കാര്യമുണ്ട്. ദാവീദ് ദീർഘദർശി പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവായ ദാവീദ് പറയുന്ന കാര്യം, കർത്താവെ അവൻ്റെ ആലയത്തിൽ ഒരു കാവൽക്കാരനായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത്. രാജാവ് പറയുന്ന കാര്യം എന്ന് ഓർക്കണം. രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിട്ട് ഇരിക്കണം ആഗ്രഹിച്ച ഒരു ദാവീദിനെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കൊതിയോടുകൂടി കാണുന്ന കാര്യങ്ങളാണ് മനുഷ്യരൊക്കെ. മദ്ബഹയിൽ ശുശ്രൂഷിക്കാൻ ചെയ്യുക ഒരു ഭാഗ്യമാണത്. അപ്പോൾ നമ്മൾ ഇന്ന് 7 മക്കൾ, അവർ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കൾ, ആ കുടുംബാംഗങ്ങളൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹങ്ങൾ വാങ്ങി കിട്ടുന്ന വഴികളാണ് അതൊക്കെ. അപ്പോൾ അതിൽ പത്രോസ് എന്ന മാമോസ പേരുള്ള ആരോൺ സജി കുടിലിമാരിയിൽ, ഫ്രാൻസിസ് എന്ന മാമോസുള്ള ആൽവിൻ PP പുലിക്കോട്ടിൽ, അടുത്ത 3ാമത് പോൾ എന്ന മാമോസ പേരുള്ള എഡ്വിൻ പോൾ ഷിജോ പുന്നച്ചാലിൽ, 4ാമത്തത് ഏലിയാസ് എന്ന മാമോസ പേരുള്ള കെവിൻ വർഗീസ് മംഗലശ്ശേരി തോട്ടത്തിൽ, 5ാമത്തത് ജോസ് എന്ന മാമോസ പേരുള്ള കെവിൻ വർഗീസ് വന്മേലിൽ, 6ാമത്തത് അഗസ്റ്റിൻ എന്ന മാമോസ പേരുള്ള സെബാസ്റ്റ്യൻ പാറടിയിൽ, 7ാമത്തത് ഐസക് എന്ന മാമോസ പേരുള്ള റിബിൻ റിജോ ചെങ്ങനാമഠത്തിൽ. ഓക്കെ, പിടിച്ചു, വെരി ഗുഡ്. ഇവര് ഇന്ന് മനോഹരമായ കാഴ്ചയാണ്. അവർ തമ്പുരാന് മുമ്പിൽ പ്രാർത്ഥനാപൂർവം അവർ സമർപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
നല്ല മക്കളായി തീരാൻ, അപ്പോൾ നന്നായിട്ട് ദൈവാലയ ശുശ്രൂഷ നന്നായിട്ട് ചെയ്യാൻ കൃപ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് മോശെ അരുളി ചെയ്തു, ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹ്റോന്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവരെ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിന് മുമ്പിൽ അഹ്റോനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ. സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം. ബാറക്കുമോ ും ഭാവികളുമായിടമേ അനുഗ്രഹം കരുണയും രണ്ടിലോളും എന്നേക്കും ചെരിപ്പെടുമാറാണമേ. ദൈവമായ കർത്താവേ, നീ സർവ്വവിധ പരിശുദ്ധനും ആരാലും സമീപിക്കുവാൻ സാധിക്കാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനുമാവുന്നു. നിന്റെ മഹത്വം വിശുദ്ധിയും സകലത്തെയും നിറയ്ക്കുന്നു. നിന്റെ മഹിമയെ പുകഴ്ത്തുവാനും അനിർവചനീയവും ഇമ്പകരവുമായ സ്തുതിഗീതങ്ങളാൽ നിന്നെ പുകഴ്ത്തുവാനുമായി വാനവസൈന്യങ്ങളെ നീ നിയമിച്ചു. കർത്താവേ, മാലാഖമാർ പോലും സൂക്ഷിച്ചു നോക്കുവാൻ ഭയപ്പെടുന്ന നിന്റെ പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുവാനും നിനക്ക് സ്തോത്രഗീതം ആലപിക്കുവാനുമായി അടുത്തു വന്നിരിക്കുന്ന നിന്റെ ഈ മക്കളെ നീ വാഴ്ത്തണമേ. ഇവരുടെ കുറവുകൾ നീ പരിഹരിക്കണമേ. നിന്റെ കൃപയാൽ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അഗ്നിമന്മാരായ ലക്ഷോപലക്ഷം മാലാഖമാരുടെ ഗണങ്ങളും വിജയകിരീടം പ്രാപിച്ച ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും സകല പരിശുദ്ധ പിതാക്കന്മാരുടെയുമായ സംഘവും ഈ പരിശുദ്ധ ത്രോണോസിന് മുമ്പാകെ നിൽക്കുമ്പോൾ യഥാർത്ഥ ശുശ്രൂഷകനായിരിക്കാൻ ഇവരെ നീ യോഗ്യരാക്കണമേ. തിരുമ്പാകുള്ള ഇവരുടെ ശുശ്രൂഷ മൂലം ഇവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമാറാകണമേ. ഇവരുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സൗരഭ്യ ധൂപം പോലെ കൈക്കൊള്ളണമേ. നിനക്കും നിന്റെ പിതാവിനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ സമനുമായ പരിശുദ്ധ നിരന്തരമായ സ്തുതി സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകുൽ സുബ്ഹാൻ ലവൽ മീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ വെണ്മയോടെ ശുശ്രൂഷിക്കാനും ഇമ്പകരമായി വായിക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും മാലാഖമാർക്കടുത്ത് വ്യാപരിക്കാനുമായി പത്രോസ് മുദ്രകുത്തപ്പെടുന്നു. ബാറയ്ക്കുമോ ബസ്മോദാബോ ആമീൻ ഉദാബറോ ആമീൻ മധുരമായ കാദീശദലഹായദലോലം ഒൽമീൻ ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ വെണ്മയോടെ ശുശ്രൂഷിക്കാനും ഇമ്പകരമായി വായിക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും മാലാഖമാർക്കടുത്ത് വ്യാപരിക്കുവാനുമായി ഫ്രാൻസിസ് മുദ്ര കുത്തപ്പെടുന്നു. ബാറയ്ക്കുമോ ബസ്മോദാബോ ആമീൻ ഉദാബറോ ആമീൻ മധുരമായ കാദീശദലഹായദലോലം ഒൽമീൻ ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ വെണ്മയോടെ ശുശ്രൂഷിക്കാനും ഇമ്പകരമായി വായിക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും മാലാഖമാർക്കടുത്ത് വ്യാപരിക്കുവാനുമായി പോൾ മുദ്രകുത്തപ്പെടുന്നു. ബാറയ്ക്കുമോ ബസ്മോദാബോ ആമീൻ ഉദാബറോ ആമീൻ മധുരമായ കാദീശോ ദലഹായദലോലം ഒൽമീൻ ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ വെണ്മയോടെ ശുശ്രൂഷിക്കാനും ഇമ്പകാരമായി വായിക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും മാലാഖമാർക്കടുത്ത് വ്യാപരിക്കുവാനുമായി
ഏലിയാസ് മുദ്ര കുത്തപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ആമീൻ ഉദാബറോ ആമീൻ ഉദർവായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ വെണ്മയോടെ ശുശ്രൂഷിക്കാനും ഇമ്പകരമായി വായിക്കുവാനും ഗാനങ്ങൾ ആലപിക്കാനും മാലാമാർക്കടുത്ത് വ്യാപരിക്കുവാനുമായി ജോസ് മുദ്ര കുത്തപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ആമീൻ ഉദാബറോ മധുരവായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ വെണ്മയോടെ ശുശ്രൂഷിക്കാനും ഇമ്പകരമായി വായിക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും മാലാഖമാർക്കടുത്ത് വ്യാപരിക്കുവാനുമായി അഗസ്റ്റിൻ മുദ്ര കുത്തപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ആമീൻ ഉദാബറോ മദ്റുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ വെണ്മയോടെ ശുശ്രൂഷിക്കാനും ഇമ്പകരമായി വായിക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും മാലാമാർക്കടുത്ത് വ്യാപരിക്കുവാനുമായി ഐസക്ക് മുദ്ര കുത്തപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ഉദാബറോ മധുരവായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. തുടർന്ന് ശുശ്രൂഷ കുപ്പായം എന്ന് നിൽക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് ശുശ്രൂഷ വാങ്ങി ത്രോണോസ്മേൽ ആഘോഷിക്കുകയും തുടർന്ന് അർത്ഥിയുടെ ശിരസ്മേൽ ആഘോഷിച്ച് അവരെ പ്രത്യേകമായിട്ട് അംശവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. സാരാംശത്തിൽ സമമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സ്വസ്തിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഈ ശുശ്രൂഷ കുപ്പായം ആഘോഷിക്കപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ആമീൻ ഉദാബറോ ആമീൻ മധുരവായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശത്തിൽ സമമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സ്വസ്തിക്കും അവർത്തിക്കുമായി ഇവ ഈ മകന്മേൽ ആഘോഷിക്കപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ആമീൻ ഉദാബറോ മദ്റുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. ആമീൻ. പ്രധാന ശുശ്രൂഷകൻ വാങ്ങിയിട്ട് അത് ധരിപ്പിക്കും. അടുത്തത് സാരാംശത്തിൽ സമമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്തുതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ശുശ്രൂഷായം ആഘോഷിക്കപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ഉദാബറോ മധുരവായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശമായിരിക്കുന്ന പരിശുദ്ധാർത്ഥന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്തുതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഈ മകന്റെ മേൽ ആഘോഷിക്കപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ഉദാബറോ മദ്റുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശത്തിൽ സമമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്തുതിക്കും അഭ്യർത്ഥിക്കും വേണ്ടി ഈ ശുശ്രൂഷ കുപ്പായം ആഘോഷിക്കപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ഉദാബറോ മധുരവായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശമായിരിക്കുന്ന പരിശുദ്ധത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും
പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്ക് വേണ്ടി ഈ മകന്റെ മേൽ ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ വദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സമമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്ക് വേണ്ടി ഈ ശുശ്രൂഷ കുപ്പായം ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ മദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശമായിരിക്കുന്ന പരിശുദ്ധത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി മകന്റെ മേൽ ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ മദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സമമായിരിക്കുന്ന പരിശുദ്ധത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഈ ശുശ്രൂഷ കുപ്പായം ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ മദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശമായിരിക്കുന്ന പരിശുദ്ധത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഇവ മകന്റെ മേൽ ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ മദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശമായിരിക്കുന്ന പരിശുദ്ധത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഇവ ഈ ശുശ്രൂഷായം ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ മദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശമായിരിക്കുന്ന പരിശുദ്ധത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്ക് വേണ്ടി മകന്റെ മേൽ ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ മദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശമായിരിക്കുന്ന പരിശുദ്ധത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്ക് വേണ്ടി ഇവ ഈ ശുശ്രൂഷ ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ മദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. സാരാംശമായിരിക്കുന്ന പരിശുദ്ധത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ സുസ്ഥിതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി മകന്റെ മേൽ ആഘോഷിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബറോ മദ്രുഹായ കാദീശുദലഹായ ദലോലം ഉൽമീൻ. വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവായി ജീവിതം പോരാ സ്വന്തമായൊന്നുമില്ല സർവ്വതും നിന്ദാനം സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം
നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വന്ദിച്ചിടാൻ വാക്കുകൾ പോരാ.